നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചെറിയ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ നമുക്ക് 10 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ ചെയ്യാം. പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ഹാപ്പി ആയിട്ട് കുറച്ച് ടൈമിൽ ചെയ്താൽ റിലാക്സ് കിട്ടണം എന്നാണ് അതിൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പം മനസ്സിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് മെഡിറ്റേഷനുള്ള ഉദ്ദേശം. അതുതന്നെ നമുക്ക് ഇത് ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് ടെൻഷൻ കുറയും, നല്ലൊരു ഹാപ്പിനെസ് കിട്ടും, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കും. അപ്പോൾ ചെറിയൊരു മെഡിറ്റേഷനാണ്. ഈ മെഡിറ്റേഷൻ നിങ്ങൾ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇരിക്കുന്നത് നേരെ നിവർന്നിരിക്കുക, നട്ടല് നിവർത്തിയിരിക്കുക എന്നുള്ളതിൻ്റെ മെയിനാണ്. ഇപ്പോൾ നിങ്ങൾ കസേരയിൽ വേണമെങ്കിലും ഇരിക്കുക, ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. എപ്പോഴും നമ്മുടെ നട്ടലും കഴുത്തിൻ്റെ ആ ഭാഗം ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കുക എന്നാണ് അതിൻ്റെ അത് മെയിനായിട്ടുള്ളത്. അതിന് നമുക്കൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ശ്വാസം ഇങ്ങനെ നന്നായിട്ട് എടുക്കും, എന്നിട്ട് പതുക്കെ പുറത്തോട്ട് വിടുക. വീണ്ടും ഒന്ന് എടുക്കുക, പതുക്കെ പുറത്തോട്ട് വിടുക, എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ ഇതിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്വാസം ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുക. ശ്വാസം പുറത്തോട്ട് കളയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ശ്വാസം പുറത്തോട്ട് കളയുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ പോയി ഹീലാവുന്നതായിട്ട് കാണുക. അതാണ് ഇതിൻ്റെ ബേസ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യം നമുക്ക് മനസ്സിനെ ഒന്ന് ഹാപ്പി ആക്കി എടുക്കണം. അതിനായിട്ട് ബോക്സ് ബ്രീത്തിങ് ചെയ്യുക. ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ശ്വാസം നമ്മളൊന്ന് എടുക്കുക. എടുക്കുമ്പോൾ 1, 2 എണ്ണി എടുത്തു. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ 1, 2, 3, 4 എടുക്കുന്നതിൻ്റെ ഇരട്ടി സ്പീഡ് കുറച്ച് വിടുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത് നമ്മുടെ ഒരു ഹാപ്പിനെസ് മൂഡ് വരാൻ വേണ്ടിയിട്ട് ശ്വാസം നേരെ നമ്മളിരുന്നു, നിവർന്നിരിക്കുക. ഇവിടെ കൈ പിടിച്ചിട്ട് ശ്വാസം ഫോൾഡ് ചെയ്യണം. ശ്വാസം ഉള്ളിൽ നിറഞ്ഞു, കൈ പതുക്കെ നിവർത്തുക. അപ്പം നമ്മുടെ ശ്വാസം അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇനി അതിനെ ഇങ്ങനെ പുഷ് ചെയ്ത് പുറത്തോട്ട് കളയണം, ഊതിക്കളയാം. വീണ്ടും ശ്വാസം നിറച്ചു, കൈ നിവർത്തി പുഷ് ചെയ്ത് കളയാം. അപ്പം നിങ്ങളിത് പതുക്കെ ഒന്ന് പരിശീലിക്കണം മെഡിറ്റേഷന് മുമ്പ്. ഇനി മെഡിറ്റേഷനിൽ ശ്രദ്ധിക്കുക. ഒന്ന് നിവർന്നിരുന്നു, ശ്വാസം നന്നായിട്ട് ഹോൾഡ് ചെയ്തു. ആദ്യം നമ്മൾ ചിന്തിക്കുക, ഞാനും എൻ്റെ ഫാമിലിയും ആയുരാരോഗ്യ സൗഖ്യത്തിലാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് നല്ല ടോപ്പിലാണ്. നമ്മൾ ചെയ്യുന്ന എന്തും നല്ലൊരു രീതിയിലോട്ട് ഉയർച്ചയിലോട്ട് വരുന്നു. അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് നല്ല ഹാപ്പിയാണ്. എല്ലാവരുമായിട്ട് നല്ലൊരു ഐക്യത്തിലാണ് നമ്മൾ പോകുന്നത്. അതൊക്കെ നമ്മുടെ എല്ലാ കാര്യത്തിലും ആവശ്യമുള്ള കാര്യമാണ്. ആ ഒരു സന്തോഷത്തിൽ നമ്മളിരിക്കുന്നു. ശ്വാസം പതുക്കെ പുറത്തോട്ട് വിടുമ്പോൾ നമ്മുടെ നെഗറ്റിവിറ്റി പോകുന്നു, സങ്കടങ്ങൾ പോകുന്നു, തടസ്സങ്ങൾ പോകുന്നതായിട്ട് കാണുക, ഒന്ന് ഹീലാവുക. വീണ്ടും നമ്മൾ ഒന്നുകൂടെ നിവർന്നിരുന്നു, ശ്വാസം നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് വരുന്നു. പിന്നെ നമുക്ക് എപ്പോഴും ക്യാഷ് സേവിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ സഹായിക്കാനും എല്ലാ നന്മയും ചെയ്യാനുള്ള അതുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് കൂടുന്നതായിട്ട് കാണുക. പിന്നെ നമ്മുടെ ഓഫീസിലാണ് നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ പോസിറ്റീവ് മൈൻഡുള്ളവരായിട്ട് കാണുക. അവർ നമ്മുടെ കൂടെ നിന്നാലും നമുക്ക് എപ്പോഴും ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ചെയ്തൊന്ന് ദൈവത്തിന് നമ്മൾ ആദ്യം നന്ദി പറയണം. പിന്നെ നമ്മൾക്ക് സഹായമായിട്ടുള്ള അച്ഛനമ്മമാർക്ക്, പ്രപഞ്ചശക്തികൾക്ക്, നമുക്ക് വിദ്യ തന്ന ഗുരുക്കന്മാർക്ക്, പിന്നെ നമ്മളോട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ മനസ്സിലൊരു നന്ദി പറയുക. ആ സന്തോഷത്തിലിരിക്കുക. പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പം നമ്മുടെ നെഗറ്റിവിറ്റി, സങ്കടങ്ങൾ, ടെൻഷനുകൾ പൂർണ്ണമായിട്ട് നമ്മൾ കണ്ട് സന്തോഷമായിട്ടിരിക്കുക. അടുത്ത 3ാമത്തെ സ്റ്റെപ്പാണ്. ഒന്നുകൂടെ നമ്മൾ നിവർന്നിരുന്നു, ശ്വാസം ഹോൾഡ് ചെയ്തു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട തന്നെ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്നു. എല്ലാം കൊണ്ട് നമ്മളൊരു സേഫായൊരവസ്ഥയാണ്, അവരും സേഫാണ്. അപ്പോൾ ലോകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടും നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമ്മളിൽ നല്ലൊരു ഗോൾഡൻ എനർജി, പോസിറ്റിവിറ്റി വന്ന് ഭവിക്കും. അത് നമ്മുടെ നന്മയാണ്. ആ ഒരു സന്തോഷം നമ്മൾ ഒന്നുകൂടെ മനസ്സിൽ കാണുക, നിവർന്നിരിക്കുക. നല്ലൊരു ഈ കൂട്ടത്തിൽ ഒരു ഗോൾഡൻ എനർജി വന്ന് നമ്മളിൽ നിറയുന്നതായിട്ടൊരു മനസ്സ് കാണുക. അത് നമ്മുടെ ഓരോ സെല്ലിലും നിറയുന്നതായിട്ട് കാണുക. ആ ഒരു എനർജിയാണ് നമ്മളിനി ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ, മക്കൾക്ക്, ഓഫീസിൽ, നമ്മളോട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഒരു നന്മ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുക. അതിന് ദൈവത്തിന് നമുക്ക് ഒന്നുകൂടെ നന്ദി പറയാം, സന്തോഷമായിട്ടിരിക്കാം. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇതാണ് നമ്മുടെ ഒരു ചെറിയ മെഡിറ്റേഷൻ. ഇത് നിങ്ങളുടേതായ കുറേ വാചകങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്കത് കറക്റ്റ് ആവുന്നേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ആദ്യം നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് ചെയ്തു സമാധാനമായിട്ടിരിക്കുക. നട്ടല് നിവർത്തണം, നേരെ തന്നെ ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. ഇത് നിങ്ങൾ ചിന്തിക്കുക, ശ്വാസം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം. ഞാനൊരു എക്സാമ്പിളാണ് പറയണത്. നിവർന്നിരുന്നിട്ട് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുക, ഞാനും എൻ്റെ ഫാമിലിയും
ഏറ്റവും നല്ല ആയുരാരോഗ്യ സൗഖ്യത്തിലാണ്. ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അതിനുണ്ട്, സമ്പത്ത്, ആരോഗ്യം, നമ്മുടെ എന്തും അതിലാണ്. പിന്നെ എല്ലാവിധ ബാങ്ക് ബാലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസും ക്യാഷ് സേവിങ് ഇല്ലാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല. പിന്നെ നമ്മുടെ തൊഴിലിനെ നമ്മൾ ഓർക്കുക. നമ്മുടെ തൊഴിലെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ സേഫായിട്ടുള്ളൊരു ജോലി, അതിന് ഡിപ്പോസിറ്റ് ഉണ്ടാകാനുള്ള വഴികളാണ്. അപ്പോൾ അതിനെ നമ്മൾ സമർപ്പിക്കുന്നു. പിള്ളേരാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യം സമർപ്പിക്കുന്നു, അവരുടെ ജോലിനെ സമർപ്പിക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു.